ജുമാ മുബാറക്കിൽ ഇന്ന് പണ്ഡിതനും പ്രഭാഷകനുമായ ജനാബ് ഹബീബ് റഹ്മാൻ കീഴ്ശ്ശേരി സംസാരിക്കുന്നു. ബിസ്മില്ലാഹി വഖഫ. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കാരുണികനായ പടച്ചതമ്പുരാൻ്റെ കരുണാകടാക്ഷങ്ങൾ നമ്മിലേവരിലും സദാ വർഷിക്കുമാറാകട്ടെ. ഈദിൻ്റെ ബലിപെരുന്നാളിൻ്റെ അനുഗ്രഹീതമായ ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ബലിപെരുന്നാൾ നൽകുന്ന സന്ദേശം ഇബ്രാഹിം പ്രവാചകൻ്റെയും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പത്നി ഹാജറയുടെയും അവരുടെ അരുമ മകൻ ഇസ്മായിലിൻ്റെയും ഇതിവൃത്തമാക്കിയുള്ള ധാരാളം ചരിത്ര സംഭവങ്ങളിലൂടെയാണ് ഈദിൻ്റെ ദിനരാത്രങ്ങൾ നമ്മോട് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. ഇബ്രാഹിം പ്രവാചകൻ എന്തുകൊണ്ട് ഒരു ചരിത്രത്തിൻ്റെ വലിയ ഒരു നാൽക്കവലയാണ് ഇബ്രാഹിം പ്രവാചകൻ. യഹൂദ സമൂഹം ആദരിക്കുന്ന ഇബ്രാഹിം പ്രവാചകൻ, ക്രൈസ്തവ സമൂഹം അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന എബ്രഹാം പ്രവാചകൻ, അഗ്നി ആരാധകരായ സതുരാഷ്ട്രമതക്കാരും വിചാരിക്കുന്ന അനുഗ്രഹീതമെന്ന് കരുതുന്ന അബ്രഹാം പ്രവാചകൻ, ഇസ്ലാം വിശ്വാസികൾ തങ്ങളുടെ പ്രിയപ്പെട്ട പിതാവായി കരുതുന്ന ഇബ്രാഹിം പ്രവാചകൻ അലൈഹിസ്സലാത്തു വസ്സലാം. മനുഷ്യ സമൂഹത്തിൻ്റെ പിതാവായ ഇബ്രാഹിം പ്രവാചകൻ്റെ ചരിത്രം ഏതൊരു വിദ്യാർത്ഥിക്കും വലിയൊരു പാഠപുസ്തകമാണ്. ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ദൈവത്തിന് മാത്രം, അള്ളാഹുവിന് മാത്രം, പ്രപഞ്ചത്തിൻ്റെ നാഥനായ ഏകന് മാത്രം തൻ്റെ ജീവിതം മുഴുവൻ അദ്ദേഹം സമർപ്പിക്കുകയാണ്. ആ സമർപ്പണത്തിൽ കലർപ്പില്ലാത്ത ആദർശബോധത്തോടുകൂടിയാണ് അദ്ദേഹം ജീവിച്ചത്. അദ്ദേഹം തൻ്റെ രക്ഷിതാവിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ആകാശഭൂമികളുടെ സ്രഷ്ടാവായ നാഥനല്ലാതെ മറ്റൊരാൾക്കും വഴിപ്പെടാൻ, വിധേയനാകാൻ, അനുസരിക്കുവാൻ, കീഴ്പ്പെടുവാൻ ഞാൻ സന്നദ്ധനല്ല എന്ന തികഞ്ഞ ബോധ്യം. അതുകൊണ്ട് അദ്ദേഹം പ്രഖ്യാപിച്ചു, ഇന്നി വജ്ജഹ്തു വജിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള്. ആകാശഭൂമികളുടെ നാഥനായ തമ്പുരാന് ഞാനിതാ എൻ്റെ മുഖം അങ്ങോട്ട് തിരിച്ചിരിക്കുന്നു. മാത്രമല്ല, ഏറ്റവും ഏകാഗ്ര ചിത്തനായ വിശ്വാസിയാണ് ഞാനൊരിക്കലും വ്യത്യസ്തമായ ദൈവങ്ങളെ ആരാധിക്കുന്നവനല്ല, ഒരൊറ്റ പടച്ചവനെ മാത്രം ആരാധിക്കുന്നവനാണ്. ആ പടച്ച തമ്പുരാൻ്റെ ഏതൊക്കെ തരത്തിലുള്ള കൽപ്പനകളുണ്ടോ ആ കൽപ്പനകൾ അള്ളാഹു അദ്ദേഹത്തിനോട് പറയുന്നത്, ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം, നീ വിശ്വാസിയാവുക, നീ കീഴ്പ്പെട്ടവനാവുക, നീ വിധേയനാവുക എന്ന് പറയുമ്പോൾ ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, പ്രപഞ്ചത്തിൻ്റെ നാഥനായ തമ്പുരാന് ഞാനിതാ കീഴൊതുങ്ങിയിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. ഇസ്ലാമിക വിശ്വാസപ്രകാരം എല്ലാ മനുഷ്യർക്കും ബാധകമായ ഒരു കാര്യമാണിത്. എല്ലാ മനുഷ്യരോടും ഇസ്ലാം കൽപ്പിക്കുന്ന കാര്യമാണ് ഈ വിധേയത്വം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ ഭാവങ്ങളും ദൈവത്തിന് കീഴ്പ്പെടുക, അള്ളാഹുവിന് കീഴ്പ്പെടുക. ആ അള്ളാഹുവിന് കീഴ്പ്പെടുമ്പോൾ ആർക്കാണോ എൻ്റെ മുഖം തിരിക്കേണ്ടത്, ഓരോ നമസ്കാര സന്ദർഭത്തിലും വിശ്വാസി പറഞ്ഞുകൊണ്ടിരിക്കുന്നു, വജ്ജഹ്തു വജിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള്, ഞാനിതാ ആകാശഭൂമികളുടെ നാഥനിലേക്ക് ഞാനിതാ എൻ്റെ മുഖം തിരിച്ചു വച്ചിരിക്കുന്നു. ഇനി ഇപ്പോൾ ഞാൻ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ നമസ്കാരം തക്ബീറത്തുൽ ഇഹ്റാം എന്ന അല്ലാഹു അക്ബർ എന്ന വചനത്തോടുകൂടി ആരംഭിച്ച് സലാം കൊണ്ട് അവസാനിപ്പിക്കുന്ന എൻ്റെ ഈ നമസ്കാരവും, അതോടൊപ്പം തന്നെ എൻ്റെ ബലികർമ്മങ്ങളും, എൻ്റെ ത്യാഗപരിശ്രമങ്ങളും, എൻ്റെ അധ്വാനവും, എൻ്റെ ജീവിതം മുഴുവൻ, ജീവിതം മാത്രമല്ല, എൻ്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ജനിച്ച് ഗർഭപാത്രത്തിൽ നിന്ന് പുറപ്പെട്ട് റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്നത് വരെയാണല്ലോ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ആ ജീവിതം പൂർണ്ണമായും, അതിനുശേഷം റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തിയതിന് ശേഷം നമ്മുടെ ജീവൻ എടുത്തു പോകുന്ന നമ്മുടെ മരണമുണ്ടല്ലോ, വമമാത്തി, അതൊക്കെയും പ്രപഞ്ചത്തിൻ്റെ അതിനായകനായ തമ്പുരാനാണ് എന്നൊരു വിശ്വാസി പ്രഖ്യാപിക്കണം. അത് കേവലമായ പ്രഖ്യാപനത്തിലല്ല, അത് വാക്കിലും പ്രവൃത്തിയിലും അദ്ദേഹത്തിനുണ്ടാകണം. അതുകൊണ്ടാണ് ഈ പെരുന്നാളിൻ്റെ സന്ദർഭങ്ങളിൽ വിശ്വാസികൾ നിരന്തരമായി ഉരുവിട്ടിരുന്ന ഒരു ശബ്ദം അല്ലാഹു അക്ബർ എന്നാണ്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അല്ലാഹു ആണ് മഹാൻ എന്ന്. വളരെ പ്രഗത്ഭമായ ഒരു വ്യക്തിയോട് അല്ലാഹു ഇസ്ലാമിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോൾ, എനിക്കറിയാം മുസ്ലിങ്ങളെക്കുറിച്ച്, ഞാൻ 5 നേരവും ബാങ്ക് കേൾക്കാറുണ്ട്, അതിൽ ഞാൻ കേട്ടിരിക്കുന്ന വാക്കാണ് അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അക്ബർ ദ ഗ്രേറ്റ്, ഇന്ത്യയിലെ മുഗൾ വംശത്തിലെ അക്ബർ ഏറ്റവും പ്രഗത്ഭനായ ഏറ്റവും മഹാനായ ചക്രവർത്തിയാണ് എന്ന് അദ്ദേഹം നിർവചിച്ചു അത്രേ. ചിലപ്പോഴെങ്കിലും
പരസ്പരമുള്ള അറിവില്ലായ്മ കാരണം മതസമൂഹങ്ങൾ തമ്മിലുള്ള പരസ്പരമുള്ള പാരസ്പര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അടയാളങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ, അകലങ്ങളിൽ ജീവിക്കേണ്ടി വരുമ്പോൾ, വ്യത്യസ്തങ്ങളായ അറകളിലായി മനുഷ്യർ വേർപെട്ടു പോകുമ്പോൾ ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ധാരാളമായി വരും. അക്ബർ ദ ഗ്രേറ്റ് എന്ന അദ്ദേഹം വിചാരിക്കുന്നത് മുഗൾ വംശത്തിലെ ഒരു രാജാവിനെ എല്ലായ്പ്പോഴും ഓർത്തുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം സമാജം എന്നാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു തെറ്റിദ്ധാരണയാണ്. അങ്ങനെ തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നത് നാം പറയുന്ന പ്രയോഗങ്ങളുടെയും ആ പ്രയോഗങ്ങളുടെ അർത്ഥങ്ങളെയും പരസ്പരം മനസ്സിലാക്കുവാനും പരസ്പരം അറിയുവാനുമുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകുന്നില്ല എന്നതാണ്. യഥാർത്ഥത്തിൽ അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരു പ്രപഞ്ചത്തിനൊരു സ്രഷ്ടാവുണ്ട്. ആ പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവിനെ എന്ത് പേരിട്ട് വിളിച്ചാലും ശരി, അത് ദൈവം എന്ന് വിളിച്ചാലും യഹോവ എന്ന് വിളിച്ചാലും കർത്താവ് എന്ന് വിളിച്ചാലും അല്ലാഹു എന്ന് പറഞ്ഞാലും പ്രപഞ്ചത്തിൻ്റെ ഒരു സ്രഷ്ടാവുണ്ട്. ആ പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവ് ഈ ലോകത്തെയും നമ്മെയും സൃഷ്ടിച്ചിട്ടുള്ളവനാണ്. അവനാണ് ഭൂമിയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അവനാണ് 10,000-കണക്കിന് ഗ്രഹങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. ആ 10,000-കണക്കിന് ഗ്രഹങ്ങൾ കൂടിയ സൗരയൂഥത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. ആ സൗരയൂഥങ്ങളടങ്ങിയ ഗാലക്സിയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഗാലക്സികളൊക്കെയും അടങ്ങിയ ഈ ബൃഹത് പ്രപഞ്ചത്തെ, ബ്രഹ്മാണ്ടത്തെ മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ആ പ്രപഞ്ചത്തിൻ്റെ അധിനായകനായ തമ്പുരാനാണ്. ആ തമ്പുരാനായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കർമ്മങ്ങളുടെയും അടിസ്ഥാനമായി നാം സ്വീകരിക്കേണ്ടത്. അവൻ്റെ നിയമങ്ങളാകണം. അവൻ പറയുന്നിടത്തേക്കായിരിക്കണം നമ്മുടെ നോട്ടമുണ്ടാകേണ്ടത്. അവൻ പറയുന്നതിലേക്കായിരിക്കണം നമ്മുടെ ചെകിടോർക്കേണ്ടത്. അവൻ പറയുന്നതായിരിക്കണം നമ്മുടെ നാക്കുകൊണ്ട് നാം സംസാരിക്കേണ്ടത്. അവൻ്റെ തൃപ്തിയും താല്പര്യവും അനുസരിച്ചല്ലാതെ മനസ്സാ വാച കർമ്മണ പ്രവർത്തനങ്ങളുണ്ടാകരുത് എന്ന അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് അള്ളാഹുവാണ് എനിക്ക് മഹാൻ, എൻ്റെ കേവലമായ യുക്തിബോധമോ കേവലമായ ചിന്തകളോ അല്ല ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, എൻ്റെ ഇഷ്ടങ്ങളോ എൻ്റെ ആഗ്രഹങ്ങളോ എൻ്റെ താല്പര്യങ്ങളോ അല്ല എനിക്ക് പ്രധാനമായിട്ടുള്ളത്. ആ താല്പര്യങ്ങളെക്കാളൊക്കെയും വലുത് എനിക്ക് ദൈവ താല്പര്യമാണ്, പ്രപഞ്ചത്തിൻ്റെ നാഥൻ്റെ താല്പര്യമാണ്. ആ താല്പര്യത്തെ ഏറ്റവും പ്രധാനമായി കണ്ടതുകൊണ്ടാണ് ഇബ്രാഹിം പ്രവാചകൻ ഏറ്റവും മഹോന്നതനായി ചരിത്രത്തിൽ ഉയർന്നു നിൽക്കുന്നത്. 90 കഴിഞ്ഞ ശേഷം തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആവേശമായിരുന്ന, തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും സന്തോഷമായി മാറുമായിരുന്ന തൻ്റെ പ്രിയപ്പെട്ട മകൻ ഇസ്മായിലിനെ ബലിയർക്കണം എന്ന് പറഞ്ഞപ്പോൾ സന്തോഷത്തോടുകൂടി അത് സ്വീകരിക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥ എന്നത് ഒരു മനുഷ്യൻ്റെ പരീക്ഷണ ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതുകൊണ്ട് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഘടകത്തെ അല്ലാഹു അക്ബർ, ദൈവമാണ് എനിക്ക് മഹാൻ, അത് നമസ്കാരത്തിൻ്റെ സന്ദർഭങ്ങളിലും ബാങ്കിൻ്റെ സമയത്തും മറ്റെല്ലാ സമയങ്ങളിലും വിശ്വാസി ഉച്ചസ്ഥരം പ്രഖ്യാപിക്കുകയാണ്. അത് തൻ്റെ ജീവിതത്തോട് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, തന്നോട് തന്നെയാണ് പറയുന്നത്. എടോ തൻ്റെ ഇഷ്ടമല്ല, എടോ തൻ്റെ ആഗ്രഹങ്ങളല്ല, നീ ആഗ്രഹിക്കുന്നതും നീ ഇഷ്ടപ്പെടുന്നതും ഞാൻ എന്ന ഭാവവുമല്ല യഥാർത്ഥത്തിൽ മഹാനായിട്ടുള്ളത്. അതിനേക്കാളൊക്കെ അപ്പുറത്ത് സൃഷ്ടിച്ച് പരിപാലിച്ച് സംരക്ഷിച്ചു പോരുന്ന പ്രപഞ്ചത്തിൻ്റെ നിയന്താവും സംരക്ഷകനുമായ പടച്ച തമ്പുരാനാണ് നമ്മെ നിയന്ത്രിക്കുന്നത് എന്ന ബോധത്തെയാണ് നാം യഥാർത്ഥത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ടത്. ആ ബോധത്തെ നിർമ്മിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും പ്രധാനമായി എനിക്കെല്ലാം സമർപ്പിക്കുവാൻ, എനിക്കെല്ലാ അഭയവും പ്രാപിക്കുവാൻ, എൻ്റെ സംഘർഷങ്ങളും എൻ്റെ എല്ലാ പ്രയാസങ്ങളും എൻ്റെ എല്ലാ വിധത്തിലുള്ള പ്രതിസന്ധികളും എൻ്റെ ആഗ്രഹങ്ങളും പറയാൻ പറ്റുന്ന ഒരു ശക്തി എനിക്കുണ്ട്. ആ അഭയകേന്ദ്രമാണ് ദൈവം അല്ലാഹു എന്ന് പറയുന്നത്. ആ അല്ലാഹു ആണ് മഹാൻ എന്ന് പറയുന്നതോടുകൂടി സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള ബന്ധം കേവലം ആരാധനയിൽ പരിമിതമല്ലെന്നും, അത് ആ ആരാധനകൾക്കപ്പുറം എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഞാൻ അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കും എന്ന ഒരു വിചാരമുണ്ടാകും. ആ വിചാരമായിരുന്നു ഇബ്രാഹിം പ്രവാചകനും അന്നത്തെ ഏറ്റവും വലിയ ചക്രവർത്തിയായിരുന്ന നമ്രൂദും തമ്മിലുള്ള തർക്കത്തിൻ്റെയും മർമ്മം. നമ്രൂദ് പറഞ്ഞു, ഞാനാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത്, എൻ്റെ നാവാണ് ഈ നാട്ടിലെ നിയമം എന്ന് പറയുന്നത്, എൻ്റെ നാവാണ് ഈ നാട്ടിലെ നിയമം, ഞാനാണ് അധികാരി, ഞാനാണ് ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അല്ല എന്ന് പറയാനുള്ള കരുത്താണ് ഇബ്രാഹിം പ്രവാചകനുണ്ടായത്. അതുകൊണ്ടാണ് അദ്ദേഹം അഗ്നി കൊണ്ട് പരീക്ഷിക്കപ്പെട്ടത്. സ്വന്തത്തോടുള്ള പരീക്ഷണം തീ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടത് അങ്ങനെയാണ്. ഈ പരീക്ഷണം
പരീക്ഷണങ്ങളിലൊക്കെയും ഇബ്രാഹിം വിജയം വരിച്ചതിൻ്റെ, ഇബ്രാഹിം പ്രവാചകൻ അലൈഹി സ്വലാത്തു വസ്സലാം വിജയം വരിച്ചതിൻ്റെ മഹോന്നതമായ ആഘോഷത്തിലാണ് ബലിപെരുന്നാൾ എന്ന് നാം വിളിക്കുന്ന, ചിലപ്പോഴെങ്കിലും മലയാളത്തിൽ പലരും വലിയ പെരുന്നാൾ എന്ന് പറയാറുണ്ട്, ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. ആ ബലിപെരുന്നാളിലൂടെ ഒരുപാട് മാംസം സാധുജനങ്ങളിലേക്ക് വിതരണം ചെയ്യപ്പെടുകയാണ്. ആ മാംസവിതരണത്തിലൂടെ, അന്നദാനങ്ങളിലൂടെ പാവങ്ങളായ മനുഷ്യരിലേക്ക് ഇതെത്തേണ്ടതുണ്ട്. അങ്ങനെ മനുഷ്യരെ കാണുകയും ദൈവത്തിന് പൂർണ്ണമായി വിധേയമാവുകയും ഒപ്പം തന്നെ സാധാരണക്കാരായ മനുഷ്യരെ കാണാൻ കഴിയുകയും ചെയ്യുന്ന അനുഗ്രഹീതമായ മുഹൂർത്തമാണ് ഈ പെരുന്നാളിൻ്റെ സന്ദർഭം എന്നത്. പെരുന്നാളിൻ്റെ ഈ അവധി ദിനങ്ങളിൽ നമ്മുടെ കൂട്ടുകാരെ സന്ദർശിക്കുവാൻ, നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ഉറപ്പിക്കുവാൻ, അകലങ്ങളിലുള്ള നമ്മുടെ മാതാപിതാക്കളെ വിളിക്കുവാൻ, അവർക്ക് സ്നേഹം പകരുവാൻ, ഉമ്മ എന്ന വിളി കേൾക്കാൻ, ഉപ്പ എന്ന വിളി കേൾക്കാൻ ആഗ്രഹിക്കുന്നവരെ വിളിച്ച് ചേർത്ത് വെക്കുവാൻ നമുക്ക് സാധിക്കണം. അതുമാത്രമല്ല, സഹോദര സമുദായത്തിലുള്ള സഹോദരന്മാരോട് അടുപ്പം ചേർന്നുകൊണ്ട് സ്നേഹത്തോടു കൂടി പെരുമാറുവാൻ, പരസ്പരം പാരസ്പര്യം പങ്കുവെക്കുവാൻ, സ്നേഹങ്ങൾ പങ്കുവെക്കുവാൻ എല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ സാധിക്കുന്ന ഒരു പെരുന്നാളിനെ ആഘോഷിച്ചതിൻ്റെ സന്തോഷമായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. അങ്ങനെയുള്ള സന്തോഷമുള്ള ഏറ്റവും നല്ലവരിൽ പടച്ചതമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ.